നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ് സാമൂഹ്യശാസ്ത്രത്തിലെ 5ാമത്തെ ചാപ്റ്ററായ ഇന്ത്യയിലെ ജനസംഖ്യാ പ്രവണതകൾ എന്ന് പറയുന്ന പാഠമാണ്. അപ്പോൾ അതിലേക്ക് നോക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് പത്രതലക്കെട്ടുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ജനസംഖ്യയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ പാഠത്തിൽ പഠിക്കേണ്ടത് എന്താണ്, ജനസംഖ്യ എന്ന് വെച്ചാൽ എന്താണെന്നാണ് പഠിക്കേണ്ടത്. അപ്പോൾ ജനസംഖ്യ എന്ന് വെച്ചാൽ ജനങ്ങളുടെ എണ്ണം എന്നുള്ളത് മാത്രമല്ല, നമുക്കതിനെക്കുറിച്ച് വ്യക്തമായൊരു ഡെഫിനിഷൻ പഠിക്കാം. ഒരു പ്രദേശത്ത് നിശ്ചിത കാലയളവിൽ അധിവസിക്കുന്ന ജനങ്ങളുടെ ആകെ എണ്ണമാണ് ആ പ്രദേശത്തെ ജനസംഖ്യ എന്ന് പറയുന്നത്. അതായത് ഒരു പ്രദേശത്ത് നിശ്ചിത കാലയളവിൽ അധിവസിക്കുന്ന ജനങ്ങളുടെ ആകെ എണ്ണമാണ്, അല്ലെങ്കിൽ താമസിക്കുന്ന ജനങ്ങളുടെ ആകെ എണ്ണമാണ് എന്തെന്ന് ആ പ്രദേശത്തെ ജനസംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ജനസംഖ്യാ വർധനവ് അല്ലെങ്കിൽ ജനസംഖ്യയിൽ വരുന്ന മാറ്റം ആ പ്രദേശത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക രംഗങ്ങളേക്ക് വലിയ രീതിയിൽ ബാധിക്കും. അത് പോസിറ്റീവായിട്ടായാലും ശരി നെഗറ്റീവായിട്ടായാലും ശരി നമുക്ക് മാറ്റങ്ങൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ജനസംഖ്യയെ നിയന്ത്രിക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യം, ഇതൊക്കെയാണ് നമ്മൾ ഈ പാഠത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ ജനസംഖ്യാ പ്രവണതകൾ, ജനസംഖ്യയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. 2023 യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് UNFPA യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് പ്രകാരം ലോക ജനസംഖ്യ 804.5 കോടിയും ഇന്ത്യയിലെ ജനസംഖ്യ 142.86 കോടിയുമാണ്. ഇപ്പോൾ UNFPAയുടെ റിപ്പോർട്ട് പ്രകാരം 2023 ജനസംഖ്യ കണക്കാണ് പറയുന്നത്. ലോകത്താകമാനം ജനങ്ങൾ എത്ര എണ്ണം ഉണ്ട്? 804.5 കോടി ജനങ്ങളും. ഇന്ത്യയിൽ എത്ര എണ്ണം? ഇന്ത്യയിൽ എത്ര ജനങ്ങളുണ്ട്? 142.86 കോടി ജനങ്ങളുമാണ് ഉള്ളതെന്നാണ് UNFPAയുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ പ്രദേശത്തിൻ്റെ സാമൂഹിക വികസന സൂചിക നിർണ്ണയിക്കുന്നത് അവിടുത്തെ ജനസംഖ്യാ വിവരങ്ങൾ, അതായത് ജനന നിരക്ക്, മരണനിരക്ക്, ശിശുമരണ നിരക്ക്, പ്രായഘടന മുതലായവ കണക്കിലെടുത്താണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പ്രദേശത്തിൻ്റെ ആ ഒരു സാമൂഹിക വികസന സൂചിക തയ്യാറാക്കുന്നതിൽ ഈ ജനസംഖ്യയുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾക്കൊക്കെ വലിയ പങ്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ആ സ്ഥലത്തെ ജനനനിരക്ക് എത്രയാണ്, മരണനിരക്ക് എങ്ങനെയാണ്, ശിശുമരണ നിരക്ക് എങ്ങനെയാണ്, പ്രായഘടന മുതലായവ എങ്ങനെയാണ്, ഇതൊക്കെ കണക്കിലെടുത്താണ് ആ സ്ഥലത്തെ ജനസംഖ്യാ വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ആ സ്ഥലത്തെ സാമൂഹിക വികസന സൂചിക ഒക്കെ നിർണ്ണയിക്കുന്നത്. അപ്പോൾ ജനസംഖ്യയ്ക്ക് ആ ഒരു വലിയൊരു പങ്കുണ്ട്. ആ ഒരു സമൂഹത്തിൻ്റെ വികസനത്തിനായാലും ശരി, സമൂഹത്തിലെ ഒരു കാര്യങ്ങൾക്കായാലും ശരി വലിയൊരു പങ്കുണ്ട്. ഇപ്പോൾ ജനന മരണ നിരക്കുകൾ, കുടിയേറ്റം, ജനസാന്ദ്രത തുടങ്ങി ജനസംഖ്യാഘടനയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയെ ജനസംഖ്യാശാസ്ത്രം അഥവാ ഡെമോഗ്രഫി എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ജനസംഖ്യയുമായിട്ട് ബന്ധപ്പെട്ട കണക്കുകൾ അല്ലെങ്കിൽ ജനസംഖ്യാ ഘടന, ഇപ്പോൾ ജനന മരണ നിരക്ക്, ജനസംഖ്യ കൂടുന്ന എപ്പോഴാണ്? ജനന നിരക്ക് കൂടുമ്പോൾ ജനസംഖ്യ കൂടും, അല്ലെങ്കിൽ മരണനിരക്ക് കുറയുമ്പോൾ ജനസംഖ്യ കൂടും. അങ്ങനെ ജനന മരണ നിരക്കുകളൊക്കെ ജനസംഖ്യയെ സ്വാധീനിക്കുന്നുണ്ട്, കുടിയേറ്റം സ്വാധീനിക്കുന്നുണ്ട്, ജനസാന്ദ്രത, ഇതൊക്കെ എന്താണ്, ഇതിനെയൊക്കെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജനസംഖ്യാശാസ്ത്രം അഥവാ ഡെമോഗ്രഫി എന്ന് പറയുന്നത്. ഒരു പ്രദേശത്തിൻ്റെ വൈവിധ്യമാർന്ന മാനുഷിക വിഭവങ്ങളെ അതിൻ്റെ ഘടനാപരമായ മാറ്റങ്ങളെയും ജനസംഖ്യാശാസ്ത്രം വിശകലനം ചെയ്യുന്നു. നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പ്രദേശത്തിൻ്റെ വൈവിധ്യമാർന്ന മാനുഷിക വിഭവങ്ങളെയും അതിൻ്റെ ഘടനാപരമായ മാറ്റങ്ങളെയും ജനസംഖ്യാശാസ്ത്രം വിശകലനം ചെയ്യുന്നു. ഈ മാനുഷിക വിഭവങ്ങൾ ഒരു സമൂഹത്തിൻ്റെ വികസനത്തിനായി പ്രയോജനപ്പെടുത്താമെന്നുള്ള വിശദമായ പഠന രീതിയാണ് ജനസംഖ്യാശാസ്ത്രം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ചുറ്റും കാണുന്ന ആ ഒരു മാനുഷിക വിഭവങ്ങൾ എന്തിനെ പ്രയോജനപ്പെടുത്താം? നമ്മുടെ സമൂഹത്തിൻ്റെ വികസനത്തിനായിട്ട് പ്രയോജനപ്പെടുത്താം. അതെങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത്? ഇതൊക്കെയാണ് ജനസംഖ്യാശാസ്ത്രത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ജനസംഖ്യാശാസ്ത്രത്തിൽ നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്? ആ ഒരു മാനുഷിക വിഭവങ്ങൾ എങ്ങനെയാണ് സാമൂഹിക വികസനത്തിനായിട്ട് പ്രയോജനപ്പെടുത്തുന്നത് എന്നുള്ള രീതിയും നമ്മൾ എന്തിൽ പഠിക്കും? ആ ഒരു ഡെമോഗ്രഫിയിൽ പഠിക്കും. അപ്പോൾ ഡെമോഗ്രഫി എന്ന് പറയുന്ന വാക്ക് വന്നത്, അല്ലെങ്കിൽ ജനസംഖ്യാശാസ്ത്രത്തിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ് ഡെമോഗ്രഫി. അപ്പോൾ ഈ ഡെമോഗ്രഫി എന്ന വാക്ക് വരുന്നത് 2 വാക്കുകൾ ചേർന്നാണ്, 2 ഗ്രീക്ക് പദങ്ങൾ ചേർന്നാണ്. ഡെമോസ് എന്ന് പറയുന്ന ജനങ്ങൾ എന്നർത്ഥമുള്ള പദവും ഗ്രാഫെയിൻ എന്ന് പറയുന്ന വിശദീകരിക്കുക എന്നുള്ള അർത്ഥവും ഉള്ള പദവും കൂടെ ചേർന്നാണ് ജനസംഖ്യാശാസ്ത്രം അഥവാ ഡെമോഗ്രഫി എന്നർത്ഥമുള്ള ഇംഗ്ലീഷ് വാക്ക് ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ജനങ്ങളെക്കുറിച്ചുള്ള വിവരണത്തെയാണ് സൂചിപ്പിക്കുന്ന. ആ വാക്കുകൾ നമുക്കൊന്ന് അർത്ഥം മനസ്സിലാക്കാം. അപ്പോൾ ജസ്റ്റ് ഇത്രയാണ് നമ്മൾ ഈ ഫസ്റ്റ് ആ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ നിന്ന് പഠിച്ചത്. എന്താണ് ജനസംഖ്യ എന്ന് വെച്ചാൽ ആ ഒരു പ്രദേശത്ത് ഒരു നിശ്ചിത കാലയളവിൽ അധിവസിക്കുന്ന ജനങ്ങളുടെ ആകെ എണ്ണമാണ് ജനസംഖ്യ. ഇപ്പോൾ ജനസംഖ്യാപരമായിട്ടുള്ള കണക്കുകളെ, അതായത് ജനനമരണ നിരക്കുകളെ, കുടിയേറ്റങ്ങളെ, ജനസാന്ദ്രതകളെ, ഇതൊക്കെ പഠിക്കുന്ന ആ ഒരു ശാസ്ത്രശാഖയെ വിളിക്കുന്ന പേരാണ് ജനസംഖ്യാശാസ്ത്രം. അതുപോലെ തന്നെ ജനസംഖ്യാശാസ്ത്രം അല്ലെങ്കിൽ ജനസംഖ്യാശാസ്ത്രം എന്താണ് പഠിക്കുന്നത്? ആ ഒരു മാനുഷിക വിഭവങ്ങളെ സാമൂഹ്യ വികസനത്തിനായിട്ട് എങ്ങനെ തയ്യാറാക്കാം, എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ജനസംഖ്യാശാസ്ത്രത്തിലൊക്കെ പഠിക്കുന്നത്. അതുപോലെ തന്നെ ഈ ജനസംഖ്യയുമായിട്ട് ബന്ധപ്പെട്ട ജനസംഖ്യാഘടനയുമായിട്ട് ബന്ധപ്പെട്ട കണക്കുകൾക്ക് അടിസ്ഥാനത്തിലാണ് ആ ഒരു സമൂഹത്തിൻ്റെ സാമൂഹിക വികസന സൂചികയ്ക്ക് തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ സമൂഹത്തിന് ഈ ജനസംഖ്യാ കണക്കുകളുമായിട്ട് വലിയൊരു ബന്ധമുണ്ട്. അതായത് ആ ഒരു സമൂഹത്തിൻ്റെ വികസനത്തിനും സാമൂഹിക മാറ്റങ്ങൾക്കൊക്കെ ഇത് കാരണമാകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം.
ജനസംഖ്യയുടെ വലിപ്പത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ജനനം, മരണം, കുടിയേറ്റം തുടങ്ങിയവ. ഒരു പ്രദേശത്തെ ജനസംഖ്യാ വലുപ്പത്തിന് മാറ്റമുണ്ടാകുന്നത് ഇവിടെ അളവിനനുസരിച്ചാണ്. ഒരു പ്രദേശത്തെ ജനസംഖ്യാ ഘടനയെയും ക്രമീകരണത്തെയും മനസ്സിലാക്കുന്നത് അവിടെയുള്ള പ്രായഘടന, സ്ത്രീ പുരുഷ അനുപാതം, ആശ്രിതാനുപാതം തുടങ്ങിയവ കണക്കിലെടുത്താണ്. അപ്പോൾ നമ്മൾ ഒരു ജനസംഖ്യാ പഠനത്തിൽ ഒരുപാട് കാര്യങ്ങൾ കണക്കിലെടുക്കും. അപ്പോൾ ജനസംഖ്യ വലുപ്പത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? മരണം, കുടിയേറ്റം, ജനനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജനസംഖ്യാ വലുപ്പത്തെ സ്വാധീനിക്കും. അതുപോലെ തന്നെ ജനസംഖ്യാ ഘടനയൊക്കെ ക്രമീകരിക്കുന്നതിൽ മനസ്സിലാക്കുന്നതിനൊക്കെയുള്ള ആവശ്യമായ ഘടകങ്ങളാണ് പ്രായഘടന, സ്ത്രീ പുരുഷാനുപാതം, ആശ്രിതാനുപാതം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. ഇതൊക്കെ അടിസ്ഥാനത്തിലാണ്. ഇതൊക്കെ നമ്മൾ എന്താണ് ജനസംഖ്യാശാസ്ത്രത്തിലെ പഠന വിഷയമാകുന്ന മേഖലകളാണ്. അതായത് ആ ഒരു പോപ്പുലേഷൻ, ആ ഒരു ജനസംഖ്യയുടെ വലുപ്പത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, ആ ഒരു ജനസംഖ്യയുടെ ഘടനയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഒരു പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ചിട്ടയായ ദത്തശേഖരണത്തിൽ ഊന്നിയുള്ള സർവേ, സെൻസസ് തുടങ്ങിയവ അടിസ്ഥാനമാക്കിയാണ് എല്ലാ ജനസംഖ്യാ പഠനങ്ങളും നടത്തുന്നത്. ജനസംഖ്യാശാസ്ത്രത്തിൻ്റെ സങ്കല്പങ്ങൾ മിക്കതും അനുപാതത്തിൻ്റെയും നിരക്കുകളുടെയും രൂപത്തിലാണ് സൂചിപ്പിക്കുന്നത്. ഉദാഹരണമായി ജനനമരണ നിരക്ക്, സ്ത്രീ പുരുഷാനുപാതം, ആശ്രിതാനുപാതം മുതലായവ. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പ്രദേശത്ത് താമസിക്കുന്ന ആ ഒരു ജനങ്ങളുടെ ദത്തശേഖരണം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ ഒരു വിവരങ്ങൾ ശേഖരിച്ച് അതിൻ്റെ സർവേയും സെൻസസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ ജനസംഖ്യാ പഠനം നടത്തുന്നത്. ആ ജനസംഖ്യാ പഠനത്തിൽ അല്ലെങ്കിൽ ജനസംഖ്യാശാസ്ത്രത്തിലെ മിക്ക സങ്കല്പങ്ങളും വരുന്നത് എങ്ങനെയാണ്? ഒരു കണക്കിൻ്റെ രീതിയിലാണ്, അനുപാതത്തിൻ്റെയും നിരക്കുകളുടെയൊക്കെ രൂപത്തിലാണ് സൂചിപ്പിക്കുന്നത്. അതായത് ജനനനിരക്ക്, മരണനിരക്ക്, സ്ത്രീ പുരുഷാനുപാതം, ആശ്രിതാനുപാതം, ഇതൊക്കെ ആ ഒരു രീതിയിലാണ് ജനസംഖ്യാ ശാസ്ത്രത്തിലെ സങ്കല്പങ്ങൾ മിക്കതും നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ജനസംഖ്യാശാസ്ത്രത്തിൻ്റെ 2 ശാഖകളാണ് സാമൂഹിക ജനസംഖ്യാശാസ്ത്രവും ഔപചാരിക ജനസംഖ്യാശാസ്ത്രവും. സാമൂഹ്യ ജനസംഖ്യാശാസ്ത്രം ജനസംഖ്യയുടെ ഘടനയും അവയുടെ മാറ്റത്തിൻ്റെ കാരണങ്ങളും അനന്തരഫലങ്ങളും അന്വേഷിക്കുന്നു. ഒരു പ്രദേശത്തെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ രീതികൾക്ക് പ്രാധാന്യം നൽകുന്നു. അപ്പോൾ 2 ശാഖകളുണ്ടെന്ന് നമ്മൾ പഠിച്ചു ജനസംഖ്യാശാസ്ത്രത്തിന്. ആദ്യത്തേത് എന്താണ്? സാമൂഹ്യ ജനസംഖ്യാശാസ്ത്രവും രണ്ടാമത്തേത് ഔപചാരിക ജനസംഖ്യാശാസ്ത്രവും. അപ്പോൾ സാമൂഹ്യ ജനസംഖ്യാശാസ്ത്രത്തിൽ വരുന്ന എന്താണ്? ജനസംഖ്യയുടെ ഘടനയും അവയുടെ മാറ്റത്തിന് കാരണങ്ങളും അനന്തരഫലങ്ങളും അന്വേഷിക്കുന്നു. അതായത് ജനസംഖ്യയുടെ ഘടന എങ്ങനെയാണ്, അവയുടെ മാറ്റത്തിന് കാരണമാകുന്നത് എന്തൊക്കെയാണ്, അതിൻ്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ അന്വേഷിക്കുന്നതാണ് സാമൂഹ്യ ജനസംഖ്യാശാസ്ത്രം. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെ കണക്കിലെടുക്കും? ആ ഒരു സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ രീതികൾക്കൊക്കെ പ്രാധാന്യം നൽകിയാണ് ഈ സാമൂഹ്യ ജനസംഖ്യാശാസ്ത്രം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ രണ്ടാമത്തേതെന്ന് പറയുന്നത് ഔപചാരിക ജനസംഖ്യാശാസ്ത്രമാണ്. അതിൽ ജനസംഖ്യാ മാറ്റത്തിൻ്റെ ഘടകങ്ങളെ അളക്കുകയും വിശകലനം നടത്തുകയും ചെയ്യുന്നു. ഔപചാരിക ജനസംഖ്യാശാസ്ത്ര പഠനത്തിന് ഉദാഹരണമാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. ഇത് രാജ്യത്തിൻ്റെ ജനങ്ങളുടെ എണ്ണം, പ്രായഘടന, സ്ത്രീ പുരുഷ അനുപാതം, സാമൂഹ്യ സാമ്പത്തിക അവസ്ഥ തുടങ്ങിയ ദത്തങ്ങളെ ശേഖരിച്ച് വിശകലനം ചെയ്യുന്നു. അപ്പോൾ ജനസംഖ്യാ മാറ്റത്തിൻ്റെ ഘടകങ്ങളെ അളക്കുകയും വിശകലനം ചെയ്യുന്നതാണ് ഔപചാരിക ജനസംഖ്യാശാസ്ത്രം. അതായത് സെൻസസ് പോലുള്ള ഒരു രാജ്യത്തെ ജനസംഖ്യാ കണക്കെടുപ്പ്, സെൻസസ് പോലുള്ള ഇതിലെന്തൊക്കെ എടുക്കുന്ന ഒരു ജനങ്ങളുടെ എണ്ണം, പ്രായഘടന, സ്ത്രീ പുരുഷ അനുപാതം, സാമൂഹിക സാമ്പത്തിക അവസ്ഥ, ഇതൊക്കെ ശേഖരിക്കുന്ന, വിശകലനം ചെയ്യുന്ന, പഠിക്കുന്ന ഒരു രീതിയാണ് ഔപചാരിക ജനസംഖ്യാശാസ്ത്രം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ സെൻസസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് രജിസ്ട്രാർ ജനറൽ ആൻഡ് സർവൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. സെൻസസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ സെൻസസ് ഇന്ത്യയുടേതാണ്. സാധാരണയായി 10 വർഷത്തിലൊരിക്കലാണ് ഇന്ത്യയിൽ സെൻസസ് നടത്തുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ സെൻസസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആരാണ്? രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ സെൻസസ് ഇന്ത്യയുടേതാണ്. സാധാരണയായി 10 വർഷത്തിലൊരിക്കലാണ് എന്തെടുക്കുന്നത്? ഇന്ത്യയിൽ സെൻസസ് നടത്തുന്നത്. അപ്പോൾ ജനസംഖ്യാശാസ്ത്രത്തിൻ്റെ സൂചകങ്ങൾ നമുക്ക് നോക്കാം. ആദ്യത്തെ കുടിയേറ്റം. അതിനായിട്ട് ജനസംഖ്യാശാസ്ത്രത്തിൻ്റെ പ്രധാനപ്പെട്ട സൂചകങ്ങളാണ് നമ്മൾ നോക്കുന്നത്. കുടിയേറ്റം, ജനനനിരക്കും മരണനിരക്കും, ജനസാന്ദ്രത, സ്ത്രീ പുരുഷാനുപാതം, ആയുർദൈർഘ്യം, പ്രായഘടന, ആശ്രിതാനുപാതം, ഇതൊക്കെയാണ് ആ ഒരു പ്രധാനപ്പെട്ട സൂചകങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോ സൂചകങ്ങളും എടുത്ത് നോക്കാം. ആദ്യത്തെ കുടിയേറ്റമാണ്. ആയിരത്തി 1941 കാലഘട്ടത്തിൽ കേരളത്തിൽ ജനങ്ങൾ തൊഴിൽ തേടി ആസാമിലേക്ക് പോയിരുന്നു എന്ന് മനസ്സിലാക്കിയില്ല. നിലവിൽ ആസാമിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ജനങ്ങൾ കേരളത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ വൈലോപ്പള്ളി ശ്രീധരമേനോൻ്റെ ഒരു കവിത കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് എന്താണ്? 1941 കാലഘട്ടത്തിൽ കേരളത്തിൽ നിന്ന് ആസാമിലേക്ക് തൊഴിലന്വേഷിച്ച് പോയ ആളുകളെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ കവിത എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം എന്താണ് 1941 കാലഘട്ടത്തിൽ കേരളത്തിൽ നിന്ന് ആളുകൾ കുടിയേറ്റം നടത്തിയിരുന്നു, ആസാമിലേക്ക് കുടിയേറ്റം നടത്തിയിരുന്നു. അപ്പോൾ നിലവിൽ എവിടെ നിന്നാണ്? മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ആസാമിൽ നിന്നൊക്കെ എന്താണ് തൊഴിലാളികൾ ജോലി അന്വേഷിച്ച് ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ കുടിയേറ്റം എന്തൊക്കെയാണെന്നുള്ളതാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്.
അപ്പോൾ എന്തൊക്കെ കൊണ്ടാണ് കുടിയേറ്റങ്ങൾ നടക്കുന്നത്? അപ്പോൾ 2 പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെച്ചപ്പെട്ട വരുമാനവും ഉയർന്ന സാമൂഹിക പദവിയും ഇത് രണ്ടും ലക്ഷ്യമിട്ടാണ് മിക്കവാറും കുടിയേറ്റങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ കുടിയേറ്റങ്ങളെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് സ്ഥിരമായോ താൽക്കാലികമായോ ജനങ്ങൾ മാറി താമസിക്കുന്നതാണ് കുടിയേറ്റം. അപ്പോൾ നമുക്ക് ആദ്യം കുടിയേറ്റം എന്താണെന്ന് പഠിക്കാം. ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് സ്ഥിരമായോ താൽക്കാലികമായോ ജനങ്ങൾ മാറി താമസിക്കുന്നതിനെയാണ് കുടിയേറ്റം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 2 തരത്തിലുള്ള കുടിയേറ്റങ്ങളാണ് ഉള്ളത്. അപ്പോൾ ആദ്യത്തേത് ആഭ്യന്തര കുടിയേറ്റവും രണ്ടാമത്തേത് രാജ്യാന്തര കുടിയേറ്റവും. അപ്പോൾ ആഭ്യന്തര കുടിയേറ്റം എന്താണെന്ന് നോക്കാം. രാജ്യ അതിർത്തിക്കുള്ളിലുള്ള കുടിയേറ്റങ്ങളെ ആഭ്യന്തര കുടിയേറ്റങ്ങളെന്ന് പറയുന്നു. കേരളത്തിലെ ജനങ്ങൾ തൊഴിൽ തേടി മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നതും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ജനങ്ങൾ കേരളത്തിലേക്ക് വരുന്നതും ആഭ്യന്തര കുടിയേറ്റത്തിന് ഉദാഹരണമാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ അതിർത്തിക്കകത്ത് നിന്ന് ഉള്ള കുടിയേറ്റങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആഭ്യന്തര കുടിയേറ്റങ്ങളെന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്നും മറ്റ് തൊഴിലുകൾ തേടി മറ്റൊരു സ്ഥലങ്ങളിലേക്ക് പോകുന്നു, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു, ഇതൊക്കെ കുടിയേറ്റമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് തൊഴിൽ തേടി കേരളത്തിലേക്ക് വരുന്നു, ഇതും കുടിയേറ്റമാണ്. അപ്പോൾ ഒരു രാജ്യത്തിന് അതിർത്തിക്കുള്ളിലുള്ള കുടിയേറ്റങ്ങൾ, അതായത് ഇന്ത്യക്കകത്ത് ഇപ്പോൾ കേരളത്തിൽ നിന്ന് മറ്റൊരു സംസ്ഥാനത്തിലേക്ക് പോകുന്നു, അപ്പോൾ അതെന്താണ്? അത് ആഭ്യന്തര കുടിയേറ്റമാണ്. രാജ്യാന്തര കുടിയേറ്റം എന്താണെന്ന് നോക്കാം. രാജ്യത്തിൻ്റെ അതിർത്തി കടന്നുള്ള കുടിയേറ്റങ്ങളെ പൊതുവെ രാജ്യാന്തര കുടിയേറ്റം എന്ന് പറയുന്നു. ഇന്ത്യയിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ജനങ്ങൾ പോകുന്നത് രാജ്യാന്തര കുടിയേറ്റത്തിന് ഉദാഹരണമാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ അതിർത്തി കടന്നിട്ടുള്ള കുടിയേറ്റങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പൊതുവെ രാജ്യാന്തര കുടിയേറ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നത് എന്താണ്? അത് രാജ്യാന്തര കുടിയേറ്റമാണ്. അടുത്ത പ്രധാനപ്പെട്ട സൂചകമാണ് ജനനനിരക്കും മരണനിരക്കും. ഒരു പ്രദേശത്ത് ജനസംഖ്യാ വളർച്ച കണക്കാക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് അവിടുത്തെ ജനനനിരക്കും മരണനിരക്കും. ജനനനിരക്കും മരണനിരക്കും തമ്മിലുള്ള വ്യത്യാസത്തിലാണ് ജനസംഖ്യാ വളർച്ച കണക്കാക്കുന്നത്. ജനനനിരക്ക് കുറയുകയും മരണനിരക്ക് ഉയരുകയും ചെയ്യുന്ന അവസ്ഥയിൽ ജനസംഖ്യ കുറയുന്നു. മരണനിരക്കിനേക്കാൾ ജനനനിരക്ക് ഉയരുമ്പോൾ ജനസംഖ്യ വർദ്ധിക്കുന്നു. അപ്പോൾ ജനനനിരക്കും മരണനിരക്കും അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ജനസംഖ്യാ വളർച്ചാ നിരക്ക് കണ്ടുപിടിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു സ്ഥലം ഒന്ന് ആലോചിച്ച് നോക്കുക. അവിടെ ജനനത്തേക്കാൾ കൂടുതൽ മരണം നടക്കുന്നു, അല്ലെങ്കിൽ ജനനനിരക്കിനേക്കാൾ കൂടുതൽ മരണനിരക്കാണെങ്കിൽ ആ സ്ഥലത്ത് എന്ത് പറ്റും? ജനസംഖ്യ കുറയും. ഇനി മറ്റൊരു പ്രദേശം മരണനിരക്കിനേക്കാൾ കൂടുതലാണ് ജനനനിരക്കെങ്കിൽ എന്ത് പറ്റും? അവിടെ ജനസംഖ്യ കൂടും. അപ്പോൾ ഈ ജനന മരണ നിരക്കുകൾ തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് കണ്ടുപിടിക്കുന്നത്? ജനസംഖ്യാ വളർച്ചാ നിരക്കൊക്കെ കണ്ടുപിടിക്കുന്ന ആവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ജനന മരണ സ്ഥിതി വിവരക്കണക്കിൻ്റെ കൃത്യത ഇവ ബന്ധപ്പെട്ട ഏജൻസികളെ അറിയിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇന്ത്യ അടക്കമുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളിലും ജനന മരണങ്ങൾ യഥാസമയം രജിസ്റ്റർ ചെയ്യണമെന്ന് നിയമം അനുശാസിക്കുന്നു. അപ്പോൾ ജനന മരണ നിരക്കുകളൊക്കെ അതിൻ്റെ സ്ഥിതിവിവരണ കണക്കൊക്കെ എന്ത് ചെയ്യണം? അത് കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്യണം. ഇന്ത്യ അടക്കമുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളിലും ജനനവും മരണവും ഒക്കെ യഥാസമയം റിപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യണമെന്നൊക്കെ നിയമം അനുശാസിക്കുന്നുണ്ട്. അടുത്ത മൂന്നാമത്തെ സൂചകമാണ് ജനസാന്ദ്രത. ഇപ്പോൾ ജനസാന്ദ്രത എന്താണെന്ന് പഠിക്കാം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു പ്രദേശത്ത് നിശ്ചിത കാലയളവിൽ അധിവസിക്കുന്ന ജനങ്ങളുടെ ആകെ എണ്ണമാണ് ആ പ്രദേശത്തെ ജനസാന്ദ്രത എന്ന് പറയുന്നത്, ജനസംഖ്യ എന്ന് പറയുന്നത്. എന്നാൽ ഓരോ ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തുള്ള ശരാശരി ജനസംഖ്യയെ ജനസാന്ദ്രത എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ജനസാന്ദ്രത എന്താണെന്ന് നോക്കിയാൽ ജനസംഖ്യ എന്താണ്? ഒരു പ്രദേശത്ത് നിശ്ചിത കാലയളവിൽ താമസിക്കുന്ന ജനങ്ങളുടെ ആകെ എണ്ണമാണ് ജനസംഖ്യ എന്ന് പറയുന്നത്. ജനസാന്ദ്രത എന്ന് പറയുമ്പോൾ ഓരോ ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തും താമസിക്കുന്ന ശരാശരി ജനസംഖ്യയെ വിളിക്കുന്ന പേരാണ് എന്താണ്? ജനസാന്ദ്രത എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തും താമസിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തെ ശരാശരി ജനസംഖ്യയെ വിളിക്കുന്ന പേരാണ് എന്ത്? ജനസാന്ദ്രത എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ജനസാന്ദ്രതയിൽ പ്രകടമായ പ്രാദേശിക വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നു. 2011 സെൻസസ് പ്രകാരം ജനസാന്ദ്രതയിൽ ഡൽഹി ഏറ്റവും മുന്നിലും അരുണാചൽ പ്രദേശ് ഏറ്റവും പിന്നിലുമാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 2011 സെൻസസ്, അവസാനം നടന്ന സെൻസസ് 2011 2011 സെൻസസ് പ്രകാരം എന്താണ്? ജനസാന്ദ്രതയിൽ ഏറ്റവും കൂടുതൽ ഡൽഹിയിലും ഏറ്റവും കുറവ് എവിടെയാണ്? അരുണാചൽ പ്രദേശിലുമാണ്. ഉയർന്ന ജനസാന്ദ്രതയുള്ള പ്രദേശത്ത് സാമൂഹിക പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? പട്ടിക പൂർത്തിയാക്കുക. അപ്പോൾ നമ്മൾ കൂടുതൽ ജനസാന്ദ്രത അല്ലെങ്കിൽ ജനങ്ങൾ കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് തുറസായ സ്ഥലമില്ലായ്മ. അതായത് എന്താണ്? വ്യക്തമായി ആളുകൾ ഇത്രയും ജനങ്ങൾ താമസിക്കുന്നതുകൊണ്ട് തന്നെ തുറസ്സ സ്ഥലങ്ങൾ ഇല്ലാതെ വരും. 2, മലിനീകരണം കൂടും, ജലസംഭരണക്കുറവ് വരും, ആൾക്കൂട്ടം ഉണ്ടാകും. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെന്ന് പറയുന്നത്. അടുത്ത സൂചകം എന്താണെന്ന് വെച്ചാൽ എന്താണ്? സ്ത്രീ പുരുഷാനുപാതം അല്ലെങ്കിൽ ശിശുലിംഗാനുപാതം ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സ്ത്രീ പുരുഷാനുപാതവും ശിശുലിംഗാനുപാതവുമാണ് പഠിക്കാൻ പോകുന്നത്. സ്ത്രീ പുരുഷാനുപാതം ജനസംഖ്യയുടെ വളർച്ചാ നിരക്കുകളെയും അതിൻ്റെ പരിണാമത്തെയും സ്വാധീനിക്കുന്നു. ജനസംഖ്യയുടെ സ്ത്രീ പുരുഷാനുപാതം ജനനനിരക്ക്, മരണനിരക്ക്, കുടിയേറ്റം എന്നിവയെ ബാധിക്കുന്നു.
അപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു നിശ്ചിത കാലയളവിൽ ഒരു പ്രത്യേക പ്രദേശത്ത് 1000 പുരുഷന്മാർക്ക് ആനുപാതികമായി എത്ര സ്ത്രീകളുണ്ടെന്ന് കണക്കാക്കുന്നതിനെയാണ് സ്ത്രീ പുരുഷാനുപാതം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നിശ്ചിത കാലയളവിൽ ഒരു പ്രത്യേക പ്രദേശത്ത് 1000 പുരുഷന്മാർക്ക് ആനുപാതികമായിട്ട് എത്ര സ്ത്രീകളുണ്ട് എന്ന് കണക്കാക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, സ്ത്രീ പുരുഷാനുപാതം എന്ന് പറയുന്നത്. ഇനി ശിശുലിംഗാനുപാതം എന്ന് പറഞ്ഞാൽ 0 മുതൽ 6 വയസ്സിനുള്ളിൽ 1000 ആൺകുട്ടികൾക്ക് ആനുപാതികമായി എത്ര പെൺകുട്ടികൾ ഉണ്ട് എന്ന് കണക്കാക്കുന്നതിനാണ് ശിശുലിംഗാനുപാതം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും പഠിക്കുക, സ്ത്രീ പുരുഷാനുപാതം, ശിശുലിംഗാനുപാതം, ഇത് രണ്ടും പഠിക്കുക. സ്ത്രീ പുരുഷാനുപാതത്തിന് സ്ത്രീ പുരുഷ സന്തുലിതാവസ്ഥയിൽ വലിയ പങ്കുണ്ട്. ഒരു പ്രദേശത്ത് ജനസംഖ്യ വളർച്ച പ്രവചിക്കുന്നതും ജനസംഖ്യയുടെ വലുപ്പം കണക്കാക്കുന്നതിന് സ്ത്രീ പുരുഷാനുപാതം ഉപയോഗിക്കുന്നു. ഇനി അടുത്ത് ആയുർദൈർഘ്യം എന്താണെന്ന് നോക്കുക. എല്ലാ രാജ്യങ്ങളും അവിടെയുള്ള ജനതയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും മരണനിരക്ക് കുറയ്ക്കുന്നതിനും പ്രയത്നിക്കുന്നു. ഒരു പ്രദേശത്ത് ജനസംഖ്യാ വളർച്ച കണക്കാക്കുന്നതിനുള്ള പ്രധാന ഘടകമാണ് ആയുർദൈർഘ്യം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ രാജ്യങ്ങളും എന്ത് ചെയ്യുന്നു, അവിടെയുള്ള ജനതയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും മരണനിരക്ക് കുറയ്ക്കുന്നതിനുള്ള പ്രവർത്തിക്കുന്നുണ്ട്. അതായത് എല്ലാ സ്ഥലങ്ങളിലും ആ ജനതയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും മരണനിരക്ക് കുറയ്ക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രദേശത്തെ ജനസംഖ്യാ വളർച്ച കണക്കാക്കുന്നതിലെ പ്രധാന ഘടകമാണ് ആയുർദൈർഘ്യം എന്ന് പറയുന്നത്. ആയുർദൈർഘ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരാൾ ശരാശരി എത്ര കാലം ജീവിച്ചിരിക്കും എന്ന കണക്കാണ് ആയുർദൈർഘ്യം എന്ന് പറയുന്നത്. ഒരു നിശ്ചിത പ്രദേശത്തെ ഓരോ പ്രായവിഭാഗത്തിലെയും മരണനിരക്ക് അടിസ്ഥാനത്തിലാണ് ആയുർദൈർഘ്യം കണക്കാക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കാം ആയുർദൈർഘ്യം നമുക്ക് നോക്കാം. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ സംസ്ഥാനത്ത് അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശത്തെ ആയുർദൈർഘ്യമാണ് നോക്കുന്നത്. ആയുർദൈർഘ്യം കേരളത്തിലെ പുരുഷന്മാർക്ക് 72.3, സ്ത്രീകൾക്ക് 78, മഹാരാഷ്ട്രയിലേക്ക് വരുമ്പോൾ 71.6, 74, പഞ്ചാബിൽ 71.1, 74.7, ഉത്തർപ്രദേശ് 65, 66.2, ഛത്തീസ്ഗഡ് 63.7, 66.9, ഇന്ത്യയിൽ എത്രയാണ് 68.4, 71.1. ശരാശരി ഇന്ത്യയിൽ ആകെ സംസ്ഥാനങ്ങളുടെ ശരാശരി എടുത്ത് നോക്കുകയാണെങ്കിൽ 68.4, 71.1. 2022 പുറത്തിറങ്ങിയ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിൻ്റെ വിമൺ ആൻഡ് മെൻ ഇൻ ഇന്ത്യ റിപ്പോർട്ട് അനുസരിച്ച് 2015-19 കാലയളവിൽ ഇന്ത്യയുടെ സ്ത്രീ പുരുഷ ആയുർദൈർഘ്യം യഥാക്രമം 71.1, 68.4. അതേസമയം കേരളത്തിലെ സ്ത്രീ പുരുഷ ആയുർദൈർഘ്യ അനുപാതം എത്രയാണ്? 78.8, 72.3. കേരളത്തിലെ ഉയർന്ന ആയുർദൈർഘ്യത്തിന് നിരവധി ഘടകങ്ങൾ കാരണമാണ്. അപ്പോൾ കേരളത്തിലെ രാജ്യത്തെ ആകമാനം നോക്കുകയാണെങ്കിൽ കേരളത്തിൽ എന്തുണ്ട്? ഉയർന്ന ആയുർദൈർഘ്യമുണ്ട്. അതിന് ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുന്നതാണ്. ഉയർന്ന സാക്ഷരതാ നിരക്കും ഉന്നത വിദ്യാഭ്യാസവും. 2, വികേന്ദ്രീകൃത പൊതുജനാരോഗ്യം. 3, ശുചിത്വം. 4, ഭക്ഷ്യലഭ്യതയും പൊതുവിതരണവും. അപ്പോൾ ഈ 4 കാരണങ്ങൾ അല്ലെങ്കിൽ ഘടകങ്ങൾ കൊണ്ടാണ് കേരളത്തിലെ ആയുർദൈർഘ്യം ഉയർന്നു നിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. വയോജനങ്ങളുടെ സാമൂഹ്യക്ഷേമത്തിനും സുരക്ഷിതത്വത്തിനും വിവിധ കർമ്മപരിപാടികൾ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു. കേരളത്തിന് 60 വയസ്സിന് മേൽ പ്രായമുള്ളവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ വയോജനങ്ങളുടെ ക്ഷേമവും സംരക്ഷണവും ഉറപ്പുവരുത്താൻ സംസ്ഥാന സർക്കാർ 2013 സംസ്ഥാന വയോജന നയം ആവിഷ്കരിച്ചിട്ടുണ്ട്. ജനസംഖ്യാ പ്രായഘടനയെ പറ്റിയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അടുത്ത സൂചകം എന്ന് പറയുന്നത് എന്താണ്? ജനസംഖ്യാ പ്രായഘടനയാണ്. അപ്പോൾ ആപേക്ഷികമായി വ്യത്യസ്ത പ്രായവിഭാഗത്തിലുള്ള വ്യക്തികളുടെ അനുപാതമാണ് ജനസംഖ്യാ പ്രായഘടന എന്ന് പറയുന്നത്. അതായത് എന്താണ്, ഇപ്പോൾ നമ്മൾ നോക്കിയാണ്, ഇപ്പോൾ പ്രായവിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓരോ വയസ്സുകൾക്കിടയിൽ എന്താണ് പ്രായവിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. 0 മുതൽ 14 വയസ്സ് വരെ കുട്ടികളായും, 15 വയസ്സ് മുതൽ 59 വയസ്സ് വരെ യുവാക്കളായും, 60 മുകളിൽ എന്താണ് പ്രായമായവരുമായിട്ടാണ് കണക്കാക്കുന്നത്. ഈ ഒരു പ്രായവിഭാഗങ്ങൾക്കിടയിലുള്ള ജനസംഖ്യ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആ ഒരു ജനസംഖ്യാ പ്രായഘടന എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രദേശത്തെ ജനന നിരക്കും മരണനിരക്കും ആ പ്രദേശത്തിൻ്റെ ജനസംഖ്യാ പ്രായഘടനയിൽ സ്വാധീനം ചെലുത്തുന്നു. നമ്മുടെ രാജ്യത്ത് മുമ്പ് ശരിയായ ആരോഗ്യ സംരക്ഷണം ഇല്ലാത്തത് കൊണ്ടും രോഗങ്ങൾ കൊണ്ടും മറ്റു ഘടകങ്ങൾ കൊണ്ടും ശരാശരി ആയുർദൈർഘ്യം കുറയുന്നതിന് കാരണമായി. കൂടാതെ ശിശുമാതൃ മരണനിരക്ക് ഉയർന്നതും പ്രായഘടനയെ സ്വാധീനിച്ചു. എന്നാൽ രാജ്യത്തിൻ്റെ വികസനത്തോടൊപ്പം ജീവിത നിലവാരം ഉയരുകയും ആയുർദൈർഘ്യം വർദ്ധിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ പണ്ട് ആ ഒരു ശരിയായ ആരോഗ്യ സംരക്ഷണം ഇല്ലാത്തതുകൊണ്ട് എന്ത് പറ്റി? ആയുർദൈർഘ്യം കുറയുകയും ആ ഒരു ശിശുമാതൃ മരണനിരക്ക് കൂടുകയൊക്കെ ചെയ്തു. പക്ഷേ രാജ്യം വികസനത്തിൻ്റെ പാതയിലായതോടൊപ്പം ജീവിത നിലവാരം ഉയരുകയും ആയുർദൈർഘ്യം വർദ്ധിക്കുകയും ചെയ്തു. താരതമ്യേന പ്രായം കൂടിയ വിഭാഗത്തിൻ്റെ പ്രായഘടനാനുപാതം ചെറുപ്രായ വിഭാഗത്തേക്കാൾ ഉയർന്നു. ഈ പ്രായഘടനയാണ് വാർദ്ധക്യബാധിത ജനത. അപ്പോൾ ഇതൊക്കെ കൊണ്ട് എന്ത് പറ്റി? പ്രായമുള്ള അല്ലെങ്കിൽ ആ ഒരു പ്രായഘടനാനുപാതത്തിലെ പ്രായമേറിയ വിഭാഗങ്ങൾ ചെറുപ്രായ വിഭാഗങ്ങളേക്കാൾ കൂടുതലായതോടുകൂടി ആ ഒരു പ്രായഘടന എന്തെന്ന് വിളിക്കാൻ തുടങ്ങി? വാർദ്ധക്യബാധിത ജനത എന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പോൾ 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ പ്രായവിഭാഗത്തിൻ്റെ കണക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ 0 മുതൽ 14 വരെ ഉള്ള
വയസ്സിലുള്ള ജനസംഖ്യയുടെ 29%, 15 മുതൽ 59 വരെയുള്ളത് 63%, 60 വയസ്സിനും കൂടുതലുള്ളത് 8%മാണ് വരുന്നത്. ഇന്ത്യയിൽ ഉയർന്ന അനുപാതത്തിൽ യുവജനസംഖ്യയുണ്ടെന്നതും കുറഞ്ഞ അനുപാതത്തിൽ പ്രായമായവരാണെന്നും പട്ടിക സൂചിപ്പിക്കുന്നു. യുവജനങ്ങൾക്ക് കൂടുതൽ തൊഴിൽ ശക്തി നൽകാനും സാമ്പത്തിക വളർച്ച ഉണ്ടാക്കാനും സാധിക്കും. ഇതിനായി യുവജനങ്ങൾക്ക് വിദ്യാഭ്യാസത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും കൂടുതൽ പ്രാധാന്യം ആവശ്യമാണ്. അതേസമയം പ്രായാധിക്യമുള്ളവർക്ക് സാമൂഹിക സുരക്ഷ, ആരോഗ്യ പരിരക്ഷാ സംവിധാനം എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതായിട്ടും വരുന്നു. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ യുവജനങ്ങൾ ആണ് ഒരു ജനസംഖ്യയിൽ പ്രായവിഭാഗത്തിൽ കൂടുതൽ. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് നൽകാൻ പറ്റും? തൊഴിൽ ശക്തി നൽകാനും സാമ്പത്തിക വളർച്ച ഉണ്ടാക്കാനും സാധിക്കുന്നു. ഇനി ആശ്രിത അനുപാതം എന്നുള്ളതാണ് പഠിക്കുന്നത്. 15 മുതൽ 64 വയസ്സ് വരെ പ്രായമുള്ളവരാണ് സജീവ പ്രായഘടന. ഒരു രാജ്യത്തെ സ്വാധീനിക്കുന്ന ജനസംഖ്യ. 15 താഴെയും 64 വയസ്സിന് മുകളിലും പ്രായഘടനയുള്ളവർ ആശ്രിത വിഭാഗത്തിൽ പെടുന്നു. ഇപ്പോൾ രാജ്യത്തിൻ്റെ ആ ഒരു സജീവ പ്രായഘടന എന്ന് പറയുന്നത് 15 മുതൽ 64 വയസ്സ് വരെയുള്ളവരാണ്. 15 താഴെയും 64 മുകളിലുമുള്ളവരെന്താണ് ആശ്രിത വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. ജനസംഖ്യയിലെ ആശ്രിത വിഭാഗത്തെയും തൊഴിലെടുക്കുന്ന വിഭാഗത്തെയും താരതമ്യം ചെയ്യുന്ന മാനദണ്ഡത്തെ ആശ്രിത അനുപാതം എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആശ്രിത അനുപാതവും ആശ്രിത വിഭാഗത്തിലും തൊഴിലെടുക്കുന്ന വിഭാഗത്തിലും പെടുന്നവരുടെ തമ്മിലുള്ള ആശ്രിത അനുപാതമാണെന്ന് പറയുന്നു. ഒരു അനുപാതത്തെ ആശ്രിത അനുപാതമെന്ന് പറയുന്നു. ആശ്രിത അനുപാതം ഒരു രാജ്യത്തെ സാമ്പത്തിക ക്ഷമതയെ ഒരു പരിധി വരെ സ്വാധീനിക്കും. ആശ്രിത അനുപാതം മനസ്സിലാക്കുന്നതിലൂടെ സർക്കാരുകൾക്ക് ആരോഗ്യ സംവിധാനം, വിദ്യാഭ്യാസ മേഖല എന്നിവയെക്കുറിച്ച് കൂടുതൽ വ്യക്തമായി വിലയിരുത്താനും അതോടൊപ്പം പ്രവർത്തനങ്ങൾ വിഭാവനം ചെയ്യാനും കഴിയുന്നു. ക്ഷേമവും കരുതലും വേണ്ട ആവശ്യമുള്ളവരുടെ എണ്ണം മനസ്സിലാക്കാനും അവർക്ക് വേണ്ട പദ്ധതികൾ രൂപീകരിക്കാനും ആശ്രിതാനുപാതം സഹായിക്കുന്നു. ആശ്രിതാനുപാതം ഉയരുമ്പോൾ വയോജനതയുടെ എണ്ണം വർദ്ധിക്കുന്നത് രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിലൊന്നാണ്. തൊഴിലെടുക്കാൻ പ്രാപ്തിയുള്ള ജനത, 15-നും 64-നും ഇടയിൽ പ്രായമുള്ളവർ, തൊഴിലേർപ്പെടാൻ കഴിയാത്ത വലിയ വിഭാഗത്തെ ഏറ്റെടുക്കാൻ ബാധ്യത ഉണ്ടാകുന്നു. ആശ്രിതാനുപാതം കുറയുന്നത് രാജ്യത്തെ സാമ്പത്തിക പുരോഗതിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ രാജ്യത്തെ ആശ്രിതാനുപാതം കുറയുന്നത് എന്ത് ചെയ്യും? രാജ്യത്തിനെ സാമ്പത്തിക പുരോഗതിയിലേക്ക് നയിക്കും. അതായത് സജീവ പ്രായത്തിലുള്ളവരുടെ തൊഴിലെടുക്കുന്നവരുടെ എണ്ണം തൊഴിലെടുക്കാത്തവരുടെ എണ്ണത്തേക്കാൾ കൂടുതലാകുന്നു. ഇതിനെ ജനസംഖ്യാ ലാഭവിഹിതം അല്ലെങ്കിൽ ജനസംഖ്യാപരമായ നേട്ടം എന്ന് പറയുന്നത്. അതായത് സജീവ പ്രായ വിഭാഗത്തിലുള്ളവർ എന്തിൽ കൂടുതലായിരിക്കണം? ആശ്രിത വിഭാഗത്തിൻ്റെ എണ്ണത്തിനേക്കാൾ കൂടുതലായിരിക്കണം. അപ്പോൾ അതിനെ ജനസംഖ്യാ ലാഭവിഹിതം അല്ലെങ്കിൽ ജനസംഖ്യാപരമായ നേട്ടം എന്നാണ് അതിനെ പറയുന്നത്. ജോലിയെടുക്കുന്നവർ ക്രമേണ ജോലിയെടുക്കാൻ പ്രാപ്തിയില്ലാത്തവരായി മാറുന്നതിനാൽ ഇത് സ്ഥായിയായി നിൽക്കുന്നില്ല. ജനസംഖ്യാ ലാഭവിഹിതത്തിൻ്റെ മുഴുവൻ നേട്ടങ്ങളും ലഭ്യമാക്കുന്നതിനായി യുവജനങ്ങൾക്ക് മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾ ആവശ്യമാണ്. അപ്പോൾ ഇന്ത്യയിലെ ജനസംഖ്യ യുവത്വമുള്ളതാണ്. അതായത് ഇവിടെ ഭൂരിപക്ഷം യുവജനങ്ങളാണ്. രാജ്യത്തിൻ്റെ സുസ്ഥിര വികസനത്തിന് മനുഷ്യവിഭവ ശേഷിയുള്ള പങ്ക് നിർണായകമാണ്. ഈ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്തത് ജനസംഖ്യാ പ്രവണതകളെയാണ്. ജനനനിരക്ക്, കുടിയേറ്റം, പ്രായഘടന, സ്ത്രീ പുരുഷാനുപാതം, ആശ്രിത അനുപാതം, ആയുർദൈർഘ്യം തുടങ്ങിയവയാണ്. അപ്പോൾ ജനസംഖ്യാ ലാഭവിഹിതത്തിൽ യുവജനതയുടെ പ്രയോജനം ലഭ്യമാകുന്നതിനോടൊപ്പം ആശ്രിത വിഭാഗങ്ങളെ സംരക്ഷണവും പരിഗണിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു രണ്ട് കാര്യങ്ങളും, അതായത് നമ്മൾ ആ ഒരു ആശ്രിത വിഭാഗങ്ങളെ സംരക്ഷിക്കുകയും ജനസംഖ്യാ വളർച്ചയിലൂടെ ഒരു കാര്യങ്ങൾ ജനസംഖ്യാ ലാഭവിഹിതം ഉയർന്നാൽ മാത്രമേ രണ്ടും ഒരുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് പാഠം നമ്മളെ പഠിപ്പിക്കുന്നത്. ഓരോ വ്യക്തിയുടെയും പൂർണ്ണമായ അറിവുകളും കഴിവുകളും ഉപയോഗിച്ച് വ്യക്തിപരവും സാമൂഹികപരവും സാമ്പത്തികവുമായ ക്ഷേമം കൈവരിക്കാൻ രാജ്യത്തിൻ്റെ മനുഷ്യവിഭവ ശേഷിക്ക് സാധിക്കും. ഇന്ത്യയിലെ ജനസംഖ്യാ വളർച്ചയും ലഭ്യമായ വിഭവങ്ങളും പാരിസ്ഥിതിക ശേഷിയും ഇപ്പോഴത്തെ തലമുറയുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വരും തലമുറകൾക്ക് കൂടി ഉപയുക്തമാകുന്ന രീതിയിൽ കൈകാര്യം ചെയ്താൽ മാത്രമേ സുസ്ഥിര വികസനം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം? വരും തലമുറകൾക്ക് കൂടി ഗുണമേന്മ അല്ലെങ്കിൽ ഒരു സഹായകമാകുന്ന രീതിയിൽ കൊണ്ടുപോയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? രാജ്യത്ത് സുസ്ഥിര വികസനം കൈവരിക്കാൻ